ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പോകണം. അതായത് നമ്മുടെ കരിക്ക് ഓംപ്ലേറ്റ്. അതായത് നമ്മുടെ ഈ കരിക്കിനകത്ത് ഇത് ജസ്റ്റ് നമ്മുടെ കരിക്ക് നിന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് വെള്ളമൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മുടെ ഈ മുട്ടയും അതിൻ്റെ ആ മസാല ഐറ്റംസ് എല്ലാം ചേർത്ത് മുട്ടയൊക്കെ നടിച്ച് ഈ കരിക്കിനകത്ത് നമ്മൾ മുട്ട നിറച്ചതിന് ശേഷം ഇതിനെ നമ്മൾ തീക്കകത്ത് ചുട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ ആ ചുട്ടെടുക്കുന്ന ഓംപ്ലേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കരിക്കിൽ ചുട്ടെടുത്ത ഓംപ്ലേറ്റ് എങ്ങനെ ഉണ്ടോ നോക്കാം. കവാ. അപ്പോൾ നമുക്ക് ഓംപ്ലേറ്റിനുള്ള ഉള്ളിയും പച്ചമുളകും തക്കാളിക്ക് ഈ സാധനങ്ങളെല്ലാം ചെറിയ ചെറിയതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ഓംപ്ലേറ്റിനുള്ള ഉള്ളിയും മുളകും തക്കാളിക്ക നമ്മുടെ കറിവേപ്പില ഈ സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനെ അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിക്ക് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കരിക്കുമ്പോൾ വേണോ? തരത്തില്ല, ഇല്ല തരത്തില്ല. അപ്പോൾ നമ്മൾ ഈ കരിക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ ആക്സോ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആക്സോ ഫ്രെയിം വെച്ച് നമുക്കിത് നേരെ ഈ രണ്ടായിട്ട്, അതായത് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഇത്ര നമുക്ക് ആ ചിരട്ടയുടെ മേളുവശം നമുക്ക് ഇതായിട്ട് വരണം. അപ്പോൾ ആ ഒരു പരിധി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുട്ടിക്കുമില്ല, കുട്ടിക്കും തരത്തില്ല, കരിക്കും വെള്ളം ഇല്ല. ഇല്ല 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 കരിക്കും വെള്ളം തരത്തില്ല. എന്നെ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, തരത്തില്ല. കരിക്കും വെള്ളം കടിക്കരുത്, കടിക്കരുത്. ഇവിടെ പോണം, ഇവിടെ പോണം, പോണ കരിക്കും വെള്ളം തരത്തില്ല. അപ്പോൾ നമുക്ക് കരിക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാണോ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ കരിക്കിനൊന്നും അധികം തേങ്ങയ്ക്കൊന്നും അധികം വലിപ്പമൊന്നും ഇല്ല. ഇതാണോ ഇത്രയേ ഉള്ളൂ നമ്മളിത് മുറിച്ച് കഴിയുമ്പോഴത്തേക്ക്. എനിക്ക് കരിക്കുമ്പോഴും വേണോ? അപ്പം ഇച്ചിരി ഉള്ളോ? ആടാ ഇതാണോ ഇതേപോലെ നമുക്ക് എല്ലാ കരിക്കും റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. യെസ്, കരിക്കെല്ലാം എന്താ എല്ലാം കട്ട് ചെയ്ത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് നല്ല വൺ ടാസ്ക് ആയിരുന്നു. കൈയുടെ എല്ലാം പരിപാടി പോയി. അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് നിറയ്ക്കാനുള്ള നമ്മുടെ മിക്സിങ് ഐറ്റം റെഡി. അതായത് മുട്ടയെല്ലാം നമുക്ക് സെറ്റാക്കി എടുക്കാം. മുട്ട പൊട്ടിച്ചിടാം. അങ്ങനെ മുട്ടയെല്ലാം പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ്, നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ സവാളയും തക്കാളിക്കായും പച്ചമുളകും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. അതായത് ഓംപ്ലേറ്റിനുള്ള സാധനങ്ങളെല്ലാം റെഡി. നമ്മൾ നമ്മുടെ തേങ്ങയുടെ മൂടിയും ഫില്ല് ചെയ്യാനുള്ള സാധനം. അപ്പോൾ നമുക്ക് ഒരു തവി വെച്ച് ഇതിനകത്തേക്ക് നമ്മുടെ മുട്ട നിറച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും നിറച്ചതിന് ശേഷം ഇതിൻ്റെ മൂടി വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചടച്ചിങ്ങനെ മാറ്റി വെക്കാം.
നമ്മൾ തേങ്ങയ്ക്കകത്ത് നമ്മുടെ ഓംപ്ലേറ്റിനുള്ള സാധനങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മൂടി ഉണ്ടല്ലോ, അഥവാ അങ്ങനെ മറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് കമന്ന് പോകാതിരിക്കാനായിട്ട് ഇതാണ്ടോ കുറച്ച് നമ്മുടെ POP സ്ക്രൂ ആണ്. അപ്പോൾ ഈ സ്ക്രൂ ഈ മൂടിയേലും നമ്മുടെ ആ താഴത്തെ ഇതേലും കൂടെ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്ത് വെക്കാം. അതാകുമ്പോഴത്തേക്ക് മറിഞ്ഞു പോയാലും ഈ സാധനം തുറന്നു പോകരുതല്ലോ. ഇപ്പോൾ ഈ സൈഡിലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഓരോ സ്ക്രൂ അടിച്ച് വെക്കാം. ആ തേങ്ങയുടെ 2 സൈഡിലും ഓരോ സ്ക്രൂ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്താലും ഈ സാധനം പോകത്തില്ല, ഇതിങ്ങനെ തന്നെ നിന്നോളൂ. അപ്പം നമുക്കിതെല്ലാം ബാക്കിയുള്ള തേങ്ങ എല്ലാം ഇതുപോലെ ഒന്ന് സ്ക്രൂ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇവനെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പം നമുക്ക് ആദ്യം ഇതൊന്നും സ്ക്രൂ ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കരിക്കെല്ലാം റെഡി ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കാനായിട്ട് നമുക്ക് ഒരു തീക്കനലുണ്ടാക്കണം. അപ്പോൾ അതിനുള്ള വിറകെല്ലാം രാവിലെ പോയി കടയിൽ പോയി മേടിച്ചോണ്ട് വരും. അപ്പോൾ അതൊന്ന് നമുക്ക് കനലിനുള്ള സംഭവമെല്ലാം സെറ്റാക്കി എടുക്കാം. കനലാക്കി വെച്ചിട്ട് ഇതിനകത്ത് തീയിട്ട് കരിക്ക് ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ തീയിട്ട് വേവിച്ചെടുക്കുകയാണ്. കരിക്കും കൂടെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ കരിക്ക് ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മണ്ടയ്ക്ക് വീണ്ടും വിറക് ഇട്ടിട്ട് മൊത്തത്തിൽ തീടാനുള്ള പരിപാടിയാണ്. പുറത്ത് നല്ല മഴയ്ക്കുള്ള കോളുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് സാധനം സെറ്റാക്കി എടുക്കണം. ആദ്യ ശലം കർപ്പൂരം ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് കത്തിച്ചെടുക്കാം. പുറത്ത് നല്ല കാറ്റുള്ളതുകൊണ്ടേ കത്താനായിട്ട് നല്ല എളുപ്പമാണ്. എന്തായാലും പടയിൽ നിന്ന് കത്തി കിട്ടും. പക്ഷെ മഴ പെയ്യുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഓംപ്ലേറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ ഇപ്പോൾ ഏകദേശം ഇനി ഇന്ന് കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ തേങ്ങയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു സൈഡൊക്കെ കരിഞ്ഞൊക്കെ തുടങ്ങി. ഓംപ്ലേറ്റൊക്കെ ഏകദേശം റെഡിയായ ലക്ഷണമുണ്ട്. നല്ല ചൂടാണ്. നമുക്ക് ഇപ്പോൾ ഈ കനലിൽ നിന്ന് ഈ സാധനം ഒന്ന് മാറ്റിയിടാം. ഈ തേങ്ങയിലോട്ടൊന്നും തൊടാൻ പോലും പറ്റത്തില്ല. നല്ല പഴുത്ത് പണ്ടാരം അടങ്ങിയിരിക്കുകയായിരിക്കും. കനലിൽ ചുട്ട കോക്കനട്ട് ഓംപ്ലേറ്റ് റെഡിയാണ്. അപ്പോൾ ഇതാണ്ട എല്ലാം ഏകദേശം ഒന്ന് തണുത്തിട്ടുണ്ട്, ചെറിയ ചൂടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ. അപ്പോൾ ആദ്യം ആദ്യം ഇതിനെ നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് സ്ക്രൂവും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് കളയാം. സ്ക്രൂ എടുത്ത് കളഞ്ഞു. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അടിപൊളി. വേണ്ട, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് നോക്കാം. നമുക്ക് ഒരെണ്ണം കൂടെ ഇതേപോലെ ഒന്ന് എടുത്ത് നോക്കാം. തേങ്ങയ്ക്ക് നല്ല ചൂടുണ്ട്. ഇത് ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ ഒരു കനലിലിട്ട് എന്നൊരു വാട്ടത്തേങ്ങയുടെ ഒരു ടേസ്റ്റ് ഇല്ല, അത്രേ ഉള്ളൂ. വേറെ വലിയ പ്രത്യേക ടേസ്റ്റൊന്നുമില്ല.
അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊന്നിയേ വാ, ആദ്യം പൊന്നിക്കാൻ കൊടുക്കാം. എങ്ങനെയുണ്ടെടി? അടിപൊളിയാണോ? ഇത് ഞാനിവിടെ ഒന്ന് നോക്കട്ടെ സാധനം കണ്ടത്. സംഭവം കൊള്ളാം. ഇത് നമ്മൾ എന്താ പറയുന്നത്, മുട്ട ചിക്കി എടുക്കത്തില്ലയോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിനകത്തുനിന്ന് വരുന്നത് സംഭവം. നമ്മുടെ എന്താ പറയുക, തേങ്ങയ്ക്കകത്ത് നമ്മൾ ആ തേങ്ങയുടെ ആ ഒരു എസൻസ്, ഒരു വെള്ളം മാതിരി, ആ തേങ്ങയുടെ ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റും നമ്മുടെ ഓംപ്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എന്താ എന്നാൽ സംഭവം കൊള്ളാം. വേണ്ടേ? കൊള്ളാമോ നീ? അടിപൊളിയാണോ? സംഭവം നല്ല അടിപൊളി ടേസ്റ്റിയാണ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നല്ല പൊളി സാധനമാണ്. ഈ ഒരു സാധനം ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതായത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ തേങ്ങയുടെ ഒരു ടേസ്റ്റ്, ആ തേങ്ങ വെള്ളത്തിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ടേസ്റ്റും നമ്മുടെ ഓംപ്ലേറ്റിൻ്റെ ടേസ്റ്റും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. ചിലപ്പോൾ ഇത് എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത് പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കനലിനകത്ത് നമ്മൾ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടാനായിട്ട് നല്ല സമയമെടുക്കും. കാരണം ആ തേങ്ങയ്ക്കകത്ത് നല്ലപോലെ ചൂട് ചെന്നാൽ മാത്രമേ ഈ സാധനം വെന്ത് കിട്ടത്തുള്ളൂ. അത് ശകലം എന്തായാലും നമുക്കിത് കനലിനകത്ത് ഇട്ട് വെക്കണമെങ്കിൽ മിനിമം ഒരു 1.5 മണിക്കൂറോളം ഇത് കനലിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് വെന്ത് കിട്ടത്തുള്ളൂ. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റി സാധനമാണ്. ആ ഒരു വെറൈറ്റി സാധനം. ഇതൊന്നും ഉണ്ടാക്കി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ഓക്കെ, ബൈ.